ഹലോ വെൽക്കം ബാക്ക്. ഞാനിന്ന് വന്നിരിക്കുന്നത് ഫോസ്റ്റൈലിന്റെ ഒരു റേഡിയൻസ് മാസ്കുമായിട്ടാണ്. ഇതാണ് ആ പ്രൊഡക്റ്റ്. ദ സ്റ്റണ്ണർ സ്കിൻ റേഡിയൻസ് മാസ്ക് ആണ്. ക്ലൻസ് പോർസ് ആൻഡ് റെഡ്യൂസ് ബ്ലാക്ക് ഹെഡ്സ്, ഇംപ്രൂവ്സ് സ്കിൻ ക്ലാരിറ്റി ആൻഡ് ടോണ്. പിന്നെ ഇതിൽ അടങ്ങിയിരിക്കുന്നത് ബ്രസീലിയൻ പർപ്പിൾ ക്ലേയും കാലിയൻ ക്ലേയും ആൻഡ് ലാക്ടിക് ആസിഡുമാണ്. ലാക്ടിക് ആസിഡ് അടങ്ങിയിട്ടുള്ളതുകൊണ്ട് തന്നെ നല്ലൊരു എക്സ്ഫോളിയേറ്റ് ചെയ്യും ഫേസ് എല്ലാം. ഇത് ഓൾ സ്കിൻ ടൈപ്പിന് ഉപയോഗിക്കാമെന്നാണ് പറയുന്നത്. 75 ഗ്രാം ഉണ്ട് കേട്ടോ. നല്ലൊരു കളറാണ്. ഇതുണ്ടോ, ഈ കളറ് കണ്ടാണ് ഞാനിത് ക്യാച്ച് ചെയ്തത്. അപ്പോഴേക്കും ഞാൻ എന്നിട്ട് റിവ്യൂ ഒക്കെ കുറെ പേരുടെ നോക്കിയപ്പോഴത്തേക്കും നല്ലതായിട്ട് കണ്ടു. അങ്ങനെ ഞാൻ ഇത് വാങ്ങിയത്. ഇതാണ് ഇതിന്റെ കവർ വരുന്നത്. പണ്ട് മുതലേ ഞാൻ കവറൊന്നും ഒരു പ്രൊഡക്റ്റ് വാങ്ങിച്ചാൽ അത് യൂസ് ചെയ്ത് തീർന്നത് കളയുന്നിടം വരെ ഞാൻ കവേഴ്സ് ഒന്നും കളയാറില്ല. ഇപ്പോൾ ഒന്നുകൂടെ യൂട്യൂബ് ചാനലും കൂടെ തുടങ്ങിയപ്പോൾ ഒട്ടും കളയാറില്ല. അപ്പോൾ നിങ്ങളെ കൂടെ കാണിച്ച് എല്ലാം കഴിഞ്ഞു ഞാനിത് കളയാറുള്ളൂ. അങ്ങനെ ഞാൻ സൂക്ഷിച്ച് വെച്ചേക്കുന്ന കേട്ടോ. പിന്നെ ഈ കളർ കണ്ട ഇത് വാങ്ങിയെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഇപ്പോൾ ഈ കളർ എനിക്ക് ഒരുപാട് ഇഷ്ടമായി. അങ്ങനെയാണ് ഞാനിത് ക്യാച്ച് ചെയ്തത്. അത് ഞാൻ ഇതിൻ്റെ റിവ്യൂ ഒക്കെ നോക്കിയപ്പോഴത്തേക്ക് നല്ലതായിട്ട് കണ്ടു. എസ്പെഷ്യലി ബ്ലാക്ക് ഹെഡ്സ് ഒക്കെ ഉള്ളവർക്ക് നല്ലതാണെന്നാണ് റിവ്യൂവിൽ കണ്ടത്. അങ്ങനെ ഞാനും വാങ്ങിച്ച് യൂസ് ചെയ്യായിരുന്നു കേട്ടോ. ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഈ മാസ്ക് നല്ലൊരു ക്യൂട്ട് ബോട്ടിലാണ് വരുന്നത്. ഇതിങ്ങനെ തുറന്നു കഴിയുമ്പോഴത്തേക്കും അതിൽ സെക്യൂറായിട്ട് എല്ലാ മാസ്കിനും ഉള്ളതുപോലെ തന്നെ ഒരു അടപ്പുണ്ട്. പിന്നെ അതിലൊരു സ്പാച്ചില ഉണ്ട് കേട്ടോ. ഈ സ്പാച്ചില ഉള്ളത് നല്ലതായിട്ട് എനിക്ക് തോന്നി. നമ്മൾ കൈവച്ചൊക്കെ മാസ്ക് അപ്ലൈ ചെയ്യുമ്പം കൈ കഴുകിയിരുന്നാലും നമ്മുടെ കയ്യിൽ വെള്ളമൊക്കെ ഉണ്ടാവുമല്ലോ. അതൊക്കെ ഇടുമ്പോൾ നമ്മുടെ മാസ്ക് പെട്ടെന്ന് ചീത്തയാവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം ഇങ്ങനെ ഒരു സ്പാച്ചില ഉള്ളപ്പം അത് വെച്ചെടുക്കുന്നതായിരിക്കും നല്ലത്. പിന്നെ ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ യൂസ് ചെയ്തിട്ട് ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ നല്ല രീതിയിൽ ഫേസ് നമ്മൾ ഇതിട്ട് ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞ് വാഷ് ചെയ്ത് കളയുക ചെയ്യുന്ന, നല്ല രീതിയിൽ ഫേസ് ക്ലെൻസ് ചെയ്ത് കഴിഞ്ഞ് ഈ മാസ്ക് ഇടാനൊക്കെ എളുപ്പമാണ് കേട്ടോ. എന്നിട്ട് 10-15 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും ഇത് വാഷ് ഓഫ് ചെയ്ത് കളയുക ചെയ്യുന്നത്. അപ്പോഴത്തേക്കും ഇത് വാഷ് ഓഫ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഫേസ് ഒന്ന് ടൈറ്റൺ ആയ പോലെ തോന്നും. പിന്നെ ബ്ലാക്ക് ഹെഡ്സ് ഒക്കെ കുറവുള്ള പോലെ തോന്നുന്നുണ്ട്. എൻ്റെ കാര്യം എന്ന് വെച്ചാൽ എപ്പോഴും എനിക്ക് ബ്ലാക്ക് ഹെഡ്സ് ഒഴിയാതെ എൻ്റെ മൂക്കിൻ്റെ ഇവിടെ കാണും കേട്ടോ. എത്രയൊക്കെ നമ്മൾ എന്തെല്ലാം ചെയ്താലും ആ ബ്ലാക്ക് ഹെഡ്സ് ഒഴിയാതെ അവിടെ തന്നെ കാണും. അതുകൊണ്ട് അവിടെ കുറച്ചുണ്ട്. എന്നാലും നല്ല രീതിയിൽ ഫേസ് ക്ലീൻ ആകുന്ന പോലെയും നല്ല രീതിയിൽ ക്ലെൻസ് ആകുന്ന പോലെയും സ്കിന്നൊന്ന് ടൈറ്റൺ ആകുന്ന പോലെയും നല്ലൊരു ഫീല് തരുന്നുണ്ട്. ഒരു ബ്രൈറ്റൺ എഫക്റ്റ് തരും. എല്ലാ മാസ്കും ഇടുമ്പം ഒരു ബ്രൈറ്റൺ എഫക്റ്റ് തരുമല്ലോ, അതുപോലെ തന്നെ ഇതും നല്ലൊരു ബ്രൈറ്റൺ എഫക്റ്റ് തരുന്നുണ്ട്. പിന്നെ സ്കിന്നൊന്ന് ടൈറ്റൺ ആവുന്ന പോലെ തോന്നിയിട്ടുണ്ട് കേട്ടോ. ലാക്ടിക് ആസിഡ് ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ നല്ല രീതിയിൽ സ്കിന്നൊന്ന് എക്സ്ഫോളിയേറ്റ് ചെയ്യും കേട്ടോ. പിന്നെ ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ ഫംഗ്ഷനൊക്കെ പോകുന്നതിനൊക്കെ മുന്നേ പെട്ടെന്ന് അപ്ലൈ ചെയ്യുമ്പോൾ സ്കിന്നൊന്ന് ബ്രൈറ്റൻ ആവുകയും ഒന്ന് ടൈറ്റൻ ആവുകയും ചെയ്യും. ഓപ്പൺ പോർട്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കുറയ്ക്കാൻ ഇത് സഹായിക്കാമെന്ന് അവർ പറയുക. എനിക്ക് യൂസ് ചെയ്തിട്ട് നല്ലതായിട്ടാണ് തോന്നി കേട്ടോ. ഇവരിതിൽ പറയുന്നത് വീക്കിലി 2-3 പ്രാവശ്യം യൂസ് ചെയ്യാവുന്നതാണ് പറയുന്നത്. പക്ഷെ ഞാൻ ഏതൊരു മാസ്കും അങ്ങനെ യൂസ് ചെയ്യാറില്ല. വീക്കിലി വൺസാണ് ഞാൻ യൂസ് ചെയ്യാറുള്ളൂ. 2-3 പ്രാവശ്യം യൂസ് ചെയ്യുന്നതിൽ കുഴപ്പമില്ലായിരിക്കും, അതുകൊണ്ടായിരിക്കുമല്ലോ അവരത് പറഞ്ഞേക്കുന്നത്. പക്ഷെ ഞാൻ മാസ്ക് എപ്പോഴും വീക്കിലി വൺസോ യൂസ് ചെയ്യാറുള്ളൂ. ഞാൻ വീക്കിലി വൺസാണ് ഇത് യൂസ് ചെയ്യുന്നത്. പിന്നെ ഇത് ഇട്ട് കഴിഞ്ഞ് ഇത് വാഷ് ഓഫ് ചെയ്യുമ്പോൾ ലുക്മ വാട്ടറിൽ വാഷ് ഓഫ് ചെയ്യണമെന്നാണ് ഇവർ ഇതിൽ എഴുതിയേക്കുന്നത്. നമ്മൾ വാഷ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ഫേസിൽ കുറേ നേരത്തേക്ക് നല്ലൊരു കൂളിംഗ് എഫക്റ്റ് ആയിട്ടോ. പിന്നെ നമ്മൾ പിന്നെ ഒരു അരമണിക്കൂറോളം നമ്മൾ ഫേസ് ഒന്ന് ചുമ്മാ ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്താൽ തന്നെയും നല്ലൊരു കൂളിംഗ് എഫക്റ്റ് നമ്മുടെ ഫേസിൽ തോന്നുന്നുണ്ട്. അപ്പം എനിക്ക് നല്ലതായിട്ടായി മാസ്ക് തോന്നിയത്. പിന്നെ ഇതിന് പ്രൈസ് വന്ന് 545 രൂപയാണ്. 75 ഗ്രാം ഉണ്ട്. പിന്നെ പ്രൈസ് ഇച്ചിരി അധികമാണ്, പക്ഷെ എന്നാലും മാസ്ക് നല്ലതാണ്. ഫോക്സ്റ്റൈൽ എന്ന ബ്രാൻഡ് ഇപ്പം നല്ല രീതിയിൽ പോപ്പുലറായിട്ട് നിൽക്കുന്ന ബ്രാൻഡാണ്. അവർക്ക് വേറെ ഒരുപാട് പ്രൊഡക്ട്സ് ഉണ്ട്. അവരുടെ ലിപ് ബാം ഒക്കെ നല്ലതാണെന്ന് കേട്ടിട്ടുണ്ട്. ഞാൻ അത് വാങ്ങണം എന്ന് പറഞ്ഞിരിക്കുക. അത് വാങ്ങുമ്പോൾ ഞാൻ അതിനെക്കുറിച്ച് റിവ്യൂ ചെയ്യാം കേട്ടോ. പിന്നെ അവരുടെ വിറ്റാമിൻ സിയും പിന്നെന്താ അവരുടെ റെറ്റിനോൾ സിറം ഒക്കെ നല്ലതാണെന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. ഇൻഷാ അള്ളാ വാങ്ങിച്ച് കഴിഞ്ഞ് ഞാൻ യൂസ് ചെയ്ത് കഴിഞ്ഞ് അതിൻ്റെയൊക്കെ റിവ്യൂ ചെയ്യാം കേട്ടോ. ഇപ്പം ഇത് ഞാൻ വാങ്ങി യൂസ് ചെയ്തതാണ്. അപ്പം എനിക്ക് നല്ലതായിട്ട് തോന്നി, അതാണ് ഞാൻ അതിൻ്റെ റിവ്യൂ ചെയ്തത്. നല്ലതാണ്, കുഴപ്പമൊന്നുമില്ല. പിന്നെ ഇതെനിക്ക് ഓൾ സ്കിൻ ടൈപ്പിന് ഉപയോഗിക്കാമെന്ന് ഇവർ പറഞ്ഞത്. എൻ്റെന്ന് വെച്ചാൽ സമ്മർ ആകുമ്പം കോമ്പിനേഷൻ വിത്ത് മോർ ഓയിലി ആയിരിക്കും. വിൻ്റർ ആകുമ്പം കോമ്പിനേഷൻ വിത്ത് മോർ ഡ്രൈ ആയിരിക്കും. ഇപ്പം എൻ്റെ സ്കിന്ന് ഇച്ചിരി ഡ്രൈ ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പോഴാണ് ഞാൻ ഈ മാസ്ക് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് പോലും എൻ്റെ സ്കിന്നിന് അങ്ങനെ പാച്ചി ആക്കുവോ ഡ്രൈ ആക്കുവോ ഒന്നുമില്ല. അങ്ങനെ എക്സ്ട്രാ ഡ്രൈ ആക്കുന്നൊന്നുമില്ല. നല്ല സോഫ്റ്റൻ തരുന്നുണ്ട് സ്കിന്നിന് കേട്ടോ.
അതാ പറഞ്ഞ ഫംഗ്ഷനൊക്കെ നമ്മൾ പോകുമ്പോഴത്തേക്ക് ഇട്ട് കഴിയുമ്പം സ്കിന്നൊരു സോഫ്റ്റനും ഒരു ബ്രൈറ്റനും ഒരു ടൈറ്റനൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ നല്ലൊരു മാസ്കാണ്. പിന്നെ ഞാനിത് യൂസ് ആക്കിയിട്ട് എനിക്കിത് ഉപയോഗിക്കാൻ പറ്റുന്നതായിട്ട് തോന്നിയത് ഓയിലി സ്കിന്നിന്, നോർമൽ സ്കിന്നിന്, പിന്നെ കോമ്പിനേഷൻ സ്കിന്നിന്. ഇപ്പം ഞാൻ പറഞ്ഞല്ലോ വിൻ്റർ ആയതുകൊണ്ട് എൻ്റെ മോർ ഡ്രൈ ആണ്, എന്നാലും എനിക്കിപ്പോൾ കുഴപ്പമൊന്നുമില്ല. അപ്പം ഡ്രൈ സ്കിന്നിനും കുഴപ്പമൊന്നും ഉണ്ടാവത്തില്ലെന്നാണ് തോന്നുന്നത് കേട്ടോ. അപ്പം നിങ്ങളിത് നോക്കുന്നവരാണെങ്കിൽ ഒന്ന് വാങ്ങിച്ച് യൂസ് ചെയ്ത് നോക്കൂ. മാസ്ക് ഒക്കെ വാങ്ങണമെന്ന് കരുതിയിരിക്കുന്നവരാണെങ്കിൽ നിങ്ങളിത് നോക്കുന്നുണ്ടെങ്കിൽ നല്ലൊരു മാസ്ക് വാങ്ങിച്ച് ട്രൈ ചെയ്യാം. വേറെ കുഴപ്പമൊന്നുമില്ല. ഇതാണ് എനിക്ക് ഇതിനെക്കുറിച്ച് പറയാനുള്ളത് കേട്ടോ. നല്ല പ്രൊഡക്റ്റാണ്. അപ്പോൾ ഇതാണ് ഫോക്സ്റ്റൈലിൻ്റെ റേഡിയൻറ്റ് മാസ്കിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്. അപ്പം ഞാൻ ഈ റിവ്യൂ ചെയ്തതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റുകളായിട്ട് ചോദിക്കാവുന്നതാണ്. ഞാൻ അതിന് റിപ്ലൈ തരുന്നതായിരിക്കും. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കില്ലേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഓൾ എന്ന ഓപ്ഷൻ ടച്ച് ചെയ്യാനും മറക്കില്ലേ. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണുമ്പോഴേക്കും ബൈ.